ജപ്പാനിൽ നിന്നും ചൈന സീ ഫുഡ് വാങ്ങുന്നുണ്ട്. അത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തു. അതേപോലെ തന്നെ ജപ്പാനും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ മനസ്സിലാക്കുക, ജപ്പാനും തായ്വാനും മിലിറ്ററി ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അറിയുവാൻ സാധിച്ചത് അമേരിക്ക ശരിക്കും വെപ്പൺസ്, അതായത് ഈ ഉക്രൈന് കൊടുക്കേണ്ട പല വെപ്പൺസും ജപ്പാനിലോട്ടും തായ്വാനിലോട്ടും തിരിച്ചു എന്നാണ് മറ്റുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. റിപ്പോർട്ട് ആധികാരികമായിട്ട് ഗ്ലോബലായിട്ടുള്ള മീഡിയകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ വാറിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. ജപ്പാനും ചൈനയും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൊറിയയും ചേരും. ചൈനയെ അനുകൂലിച്ച് നോർത്ത് കൊറിയയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യം പെട്ടെന്നാണ് ഇതുണ്ടായി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെയാണ് ജപ്പാൻ്റെയും അതേപോലെ ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക ഇതെല്ലാം കൂടി ചേർന്ന് കോഡെന്ന് പറയുന്നത് മരക്കായി അതുമായി ബന്ധപ്പെട്ടത് ഉണ്ടാക്കിയെടുത്ത് ഇതിനു വേണ്ടി തന്നെയാണ്. അതായത് ഇന്ത്യയെ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യുക, അതായത് നേവി ആണെങ്കിലും മറ്റുള്ള സംഭവത്തിലും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ചൈനയുടെ മാരിടൈം, അതായത് അവരുടെ നേവി എന്ന് പറയുന്ന അമേരിക്കയെക്കാളും കൂടുതൽ വെസൽസും ഷിപ്സും അന്തർവാഹിനിയും ഉണ്ട് എന്ന് തന്നെയാണ് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി എക്സ്പേർട്ടുകൾ അവരുടെ പല ആർട്ടിക്കിളുകളിൽ പറയുന്നത്. അപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അമേരിക്ക ചിലപ്പം ഇന്ത്യയെ കൂടെ ശക്തമാക്കുക എന്ന നിലയിലാണ് ഈ കോഡ് എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കൻ ടെക്നോളജിയും അവർ ചെയ്തിട്ട് ഇന്ത്യയെ ശക്തമാക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ബേസ് ഐഡിയ കോഡ് എന്ന് പറയുന്നത്. അത് ഏകദേശം അമേരിക്ക ഈ കോഡുമായിട്ട് മുന്നോട്ട് പോകാൻ ആഫ്റ്റർ സിന്ദൂറുമായ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫർദർ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും അത് ജപ്പാനോടും ഓസ്ട്രേലിയ, മനസ്സിലാക്കുക, ഓസ്ട്രേലിയക്കും ഈ പറയുന്ന ചൈനീസ് വാട്ടറിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ പറയുന്ന ജപ്പാനാണെങ്കിലും കൊറിയ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സാണ്. ഈ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജപ്പാൻ ആക്രമിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉള്ള രാജ്യങ്ങളാണ്. അപ്പം ഒരു അടുത്തൊരു വലിയ വാറ്, ഒരു തേർഡ് വേൾഡ് വാറ് പൊട്ടിപ്പുറപ്പെടാനുള്ള പോസിബിലിറ്റിയും പല ആൾക്കാരും പല എക്സ്പേർട്ടുകൾ ഇത് തള്ളിക്കളയുന്നില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈന വലിയ ഫുൾ ഫ്ലഡ്ജ് ആകും, അമേരിക്ക ഫുൾ ഫ്ലഡ്ജിൽ ഈ വാറിനെ നേരിടും.